ഒരു കുഞ്ഞൊരു വീട്ടിലുണ്ടെങ്കിൽ ആ കുഞ്ഞാണ് ആ വീടിന്റെ ഐശ്വര്യം. ഈ രക്തസാക്ഷികൾ, ഈ കുഞ്ഞുങ്ങൾ, വിശുദ്ധരായ കുഞ്ഞുങ്ങൾ, നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞിരുന്നോ? ഈ സ്വന്തം മക്കൾ ഒരുപക്ഷെ എന്നെ തടവിലാക്കിയിട്ട് ഭരണം പിടിക്കുമോ എന്ന് ആ മനുഷ്യൻ ഭയന്നു. പ്രിയപ്പെട്ടവരെ, സന്ധ്യാവേളയിലെ വചന ശുശ്രൂഷയിലേക്ക് പ്രത്യേകമായി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളൊക്കെ വളരെ പ്രത്യേകമായ ദിവസങ്ങളായിരുന്നു. ഇന്നലെ പ്രത്യേകമായി നമ്മൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത് വിശുദ്ധ യോഹന്നാനെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുകയും അതുപോലെ തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്തത് കുഞ്ഞിപ്പൈതങ്ങളാണ്. വിശുദ്ധ കുടുംബത്തിൻ്റെ ഹോളി ഫാമിലിയുടെ തിരുനാളാണെങ്കിലും പ്രത്യേകമായി നമ്മൾ പ്രാർത്ഥിക്കുന്നത് കുഞ്ഞിപ്പൈതങ്ങളെ ഓർത്താണ്. ഇന്ന് ഡിസംബർ മാസം 28 അത് അത്ഭുതകരമായതും ഒരുപക്ഷെ മനുഷ്യ മനസ്സിനെ വല്ലാണ്ട് ഞടുക്കുന്നതുമായ ഒരു സംഭവമാണ് കുഞ്ഞിപ്പൈതങ്ങളുടെ കൊലപാതകം. കൊന്നത് ഹെറോദസാണ്. ഹെറോദസ് രാജാവിനെ പ്രത്യേകമായി പ്രതിപാദിക്കുന്നത് ഫ്ലാവിയസ് ജോസഫൂസ് എന്ന യഹൂദ ചരിത്ര പണ്ഡിതനാണ്. ഈ ഹെറോദസ് രാജാവിന് ജെറീക്കോ എന്ന സ്ഥലത്ത് ഒരു പ്രത്യേകമായ കൊട്ടാരം ഉണ്ടായിരുന്നു, വേനൽക്കാല വസതി. ക്രൂരനായ രാജാവായിരുന്നു. ഈ ക്രൂരനായ രാജാവ് അദ്ദേഹം രോഗബാധിതനായി മരണത്തോടടുക്കുമ്പോൾ ജനത്തിന് മുഴുവൻ സന്തോഷമായി. രാജാവ് താമസിയാതെ മരിക്കാൻ പോവുകയാണ്. രാജാവിന് അതറിഞ്ഞു. അതുകൊണ്ട് തന്നെ താൻ മരിക്കുമ്പോൾ ജനം ആഹ്ലാദിക്കും, പ്രത്യേകിച്ച് യഹൂദർ ആഹ്ലാദിക്കുമെന്നറിഞ്ഞ് ഹെറോദസ് രാജാവ് ചെയ്തൊരു കാര്യം, യഹൂദരുടെ ഏകദേശം 400ഓളം നേതൃത്വം വഹിക്കുന്നവരെ വിളിപ്പിച്ചു രാജാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ജെറീക്കോയിലേക്ക്. എന്നിട്ട് രഹസ്യത്തിൽ സന്ദേശം കൊടുത്തു, അവർ ജെറീക്കോയിൽ എത്തുമ്പോൾ അവരെ എല്ലാവരും അറസ്റ്റ് ചെയ്യണം, എന്നിട്ട് ജയിലിലിടണം. എന്ന് രാജാവ് മരിക്കുന്നോ അന്ന് അവരെ കൊല്ലണം. അവരെ കൊന്നു കഴിയുമ്പം രാജാവ് മരിച്ചാലുണ്ടാകുന്ന സന്തോഷം മറികടന്ന് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ, പ്രിയപ്പെട്ടവരെ കൊന്നുകളഞ്ഞതിൻ്റെ സങ്കടവും കരച്ചിലും എങ്ങും ഉണ്ടാകും. അതുകൊണ്ട് രാജാവിൻ്റെ മരണം സന്തോഷകരമാവില്ല. ക്രൂരനായിരുന്നു ഈ ഹെറോദസ് രാജാവ്. സ്വന്തം ഭാര്യയെ കൊന്നു, 3 മക്കളെ കൊന്നു. 3 മക്കളെ, 2 മക്കളെ റോമിലേക്ക് അയച്ചു. റോമൻ ചക്രവർത്തിയുടെ അടുത്ത് സൈനിക പരിശീലനം കിട്ടി സൈനിക നേതൃത്വത്തിലെത്താനായിട്ട് 2 മക്കളെ പ്രത്യേകമായ വിധത്തിൽ അയച്ചു. അവർ സൈനിക പഠനം പൂർത്തിയാക്കി തിരിച്ചു വന്നപ്പോൾ രാജാവ് ഭയന്നു. ഈ സ്വന്തം മക്കൾ ഒരുപക്ഷെ എന്നെ തടവിലാക്കിയിട്ട് ഭരണം പിടിക്കുമോ എന്ന് ആ മനുഷ്യൻ ഭയന്നു. അദ്ദേഹം ഒത്തിരി സംശയരോഗിയായ രാജാവും കൂടിയായിരുന്നു. അങ്ങനെ 2 മക്കളെയും കൊന്നുകളഞ്ഞു. 3-മതൊരു മകനെ കൊന്നു. സ്വന്തം ഭാര്യയും 3 മക്കളെയും കൊന്നുകളഞ്ഞ ഈ ക്രൂരനായ രാജാവ് വലിയ ഒരു തിന്മയുടെ അടയാളമാണ്. വിശുദ്ധിയും ജ്ഞാനവും ധാർമ്മിക ജീവിതവും വിശ്വാസവുമില്ലാത്ത ഒരു വ്യക്തി രാജാവായാൽ ഉണ്ടാകുന്ന ദുരന്തം എന്താണെന്ന് പഠിപ്പിക്കുന്നതാണ് ഹെറോദസ് രാജാവ്. രാജാവ് കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് അത് ഈ കുഞ്ഞ് രാജാവായി തന്നെ തകർക്കും എന്നതിനെക്കുറിച്ച് ഓർത്താകാൻ ഇടയില്ല. കാരണം ഒരു കുഞ്ഞ് ജനിക്കുന്നു, പേരുകെട്ട് യഹൂദരുടെ രാജാവായി ഒരു കുഞ്ഞ് ജനിക്കുന്നു. ഈ കുഞ്ഞു വളർന്നു രാജാവാകുമ്പോൾ പക്ഷേ ഈ ഹെറോദസ് രാജാവ് ജീവിച്ചിരിക്കുമെന്ന് പോലും അറിയില്ല. പക്ഷെ ആ നാമത്തെ രാജാവ്, യഹൂദരുടെ രാജാവ് എന്ന നാമത്തെ ഈ രാജാവ് ഭയന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്ന കുറച്ച് പ്രത്യേകതകൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 1, ഒരു കുഞ്ഞ് ഭൂമിയിലേക്ക് പറന്നപ്പോൾ പല കുഞ്ഞുങ്ങൾ സ്വർഗത്തിലേക്ക് പറന്നു. ഒരു കുഞ്ഞായ ഈശോ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് പറന്നപ്പോൾ കുറേ കുഞ്ഞുങ്ങൾ സ്വർഗത്തിലേക്ക് പിറന്നു. അതാണ് കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാൾ. സഭ തുടങ്ങുന്നത് സുവിശേഷ പ്രഘോഷണവും അതുപോലെ തന്നെയുള്ള കർത്താവ് ഏൽപ്പിച്ച ഉത്തരവാദിത്ത പ്രഘോഷണത്തോടെ തുടങ്ങുന്നതിന് മുമ്പേ ഈ കുഞ്ഞുങ്ങളുടെ തിരുരക്തത്താൽ അടിത്തറയിട്ടിട്ടാണ്
സഭ മുമ്പോട്ട് വളർന്നത്. ഈ രക്തസാക്ഷികൾ, ഈ കുഞ്ഞുങ്ങൾ, വിശുദ്ധരായ കുഞ്ഞുങ്ങൾ, നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞിരുന്നോ? ഇല്ല. ഈ കുഞ്ഞുങ്ങൾ പത്രോസിന്റെ പ്രസംഗം കേട്ടിരുന്നോ? ഇല്ല. ഈ കുഞ്ഞുങ്ങൾ യേശുവിന് നാമം അറിഞ്ഞിരുന്നോ? ഇല്ല. ഈ കുഞ്ഞുങ്ങൾ യഹൂദരായിരുന്നോ? അറിയില്ല. ഈ കുഞ്ഞുങ്ങൾ വിജാതിരായിരുന്നോ? അറിയില്ല. ആദ്യത്തെ രക്തസാക്ഷികൾ, ഈ കുഞ്ഞി പൈതങ്ങൾ, അവരുടെ വിശ്വാസം ഏതെന്നറിയില്ല, അവരുടെ മതം ഏതെന്നറിയില്ല, അവർ ഏത് കാരണത്താലാണ് കൊല്ലപ്പെട്ടതെന്നറിയില്ല, ക്രിസ്തുവിനെ അറിഞ്ഞിരുന്നില്ല, സുവിശേഷം അറിഞ്ഞിരുന്നില്ല, സ്ലീഹന്മാരെ അറിഞ്ഞിരുന്നില്ല, സുവിശേഷ പ്രഘോഷം ഒന്നും കേട്ടിരുന്നില്ല. ഒന്നും അറിയാത്ത നിഷ്കളങ്കർ ക്രിസ്തുവിന് വേണ്ടി രക്തം ചിന്തി. പ്രിയപ്പെട്ടവരെ, നോക്കുക, രക്ഷാകര ചരിത്രത്തിലെ വഴിയാത്രക്കാർ നമ്മൾ അത്ഭുതപ്പെടുത്തി കളയും. നിഷ്കളങ്കർ, ഒന്നും അറിയാത്തവർ പോലും ക്രിസ്തുവിന് വേണ്ടി ജീവനെ ഹോമിച്ചു. അങ്ങനെ രക്ഷകനായ യേശുവിൻ്റെ ജീവൻ രക്ഷിക്കാൻ അനേകം കുഞ്ഞുങ്ങൾ സ്വന്തം ജീവൻ കൊടുത്തപ്പോൾ പിന്നീട് ക്രിസ്തു അനേകരുടെ ജീവൻ കൊടുക്കാൻ, അനേകർക്ക് ജീവൻ കൊടുക്കാൻ സ്വന്തം ജീവൻ കൊടുത്തു. നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. എന്തെന്നറിയാവോ? പ്രായം വെച്ച് കുഞ്ഞുങ്ങളായിട്ട് അളക്കണ്ട എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. നിഷ്കളങ്കത, നിർമ്മലത, ജീവിത വിശുദ്ധിയുള്ളവരെല്ലാം ശിശു സഹജമായ പുണ്യപൂർണത ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ നിഷ്കളങ്കർ ഇന്നും സഹിക്കുന്നുണ്ട്. കുഞ്ഞിപ്പൈതങ്ങൾ ഇന്നും കൊല ചെയ്യപ്പെടുന്നുണ്ട്. ഈ നാളുകൾ നമുക്ക് പ്രത്യേകമായി അറിയാം. യുദ്ധമേഖലകളിലൊക്കെ എത്രയോ കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെട്ടു പോകുന്നു. എത്രയോ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടിട്ട് തെരുവിൽ അലയുന്ന കുഞ്ഞുങ്ങൾ യുദ്ധഭൂമിയിൽ. അതുപോലെ തന്നെ പ്രത്യേകമായ ആഭ്യന്തര യുദ്ധം നടക്കുന്ന രാജ്യങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ കൊല ചെയ്യപ്പെട്ട് കുഞ്ഞുങ്ങൾ അനാഥരാകുന്നു. തെരുവിൽ അലയുന്ന കുഞ്ഞുങ്ങൾ, എത്രയോ കുഞ്ഞുങ്ങൾ, തട്ടിക്കൊണ്ടുപോയ കുഞ്ഞുങ്ങൾ, ഭിക്ഷാടകർ തട്ടിക്കൊണ്ടുപോയിട്ട് ആ കുഞ്ഞുങ്ങളെ ശരീരക്ഷതം വരുത്തിയിട്ട് അവരെ ഭിക്ഷാടനത്തിന് ഉപയോഗിക്കുന്നവര്. കുഞ്ഞുങ്ങളുടെ രോദനം, ഓരോ ശിശുരോദനത്തിന് കേൾപ്പം ഞാൻ 1 കോടി ഈശ്വര വിലാപം എന്ന കവിയുടെ ആ ഹൃദയത്തെ തൊടുന്ന ആ കവിതാശകലം നമുക്ക് ഓർക്കാം. ശിശുരോദനങ്ങളൊന്നും ഉണ്ടാവാതെ, ശിശുസഹനങ്ങളൊന്നും ഉണ്ടാവാതെ നിർമ്മലരും നിഷ്കളങ്കരും വിശുദ്ധരുമായി കുഞ്ഞുങ്ങൾ വളർന്നു വരട്ടെ. ആ നിർമ്മലതയിലേക്കും വിശുദ്ധിയിലേക്കും കൃപയുടെ നിറവിലേക്കും മുതിർന്നവരായി നമുക്കും താഴ്ന്ന് എത്താം. അപ്പോൾ നമ്മളും സ്വർഗത്തിൽ പ്രവേശിക്കാൻ തക്ക വിധത്തിൽ ശിശുസഹജ ജീവിതമുള്ളവരായി മാറും. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളിതുവരെയും കൊല ചെയ്യപ്പെട്ട കുഞ്ഞുങ്ങളെ ഒന്നും നമുക്കറിയില്ല. പക്ഷേ നാളിതുവരെയും ചരിത്രത്തിൽ കൊല ചെയ്യപ്പെട്ട എത്രയോ കുഞ്ഞുങ്ങൾ അവർ സ്വർഗത്തിലുണ്ടാവും. അവരെ നമുക്ക് ഓർക്കാം. അവിടെ രക്തം വീണ് വിശുദ്ധീകരിക്കപ്പെട്ട ഈ ഭൂമിയിൽ ഇനിയും കൊലപാതകങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങൾ കുറഞ്ഞു പോകുന്ന, കുഞ്ഞുങ്ങൾ അന്യം നിന്നു പോകുന്ന ഇന്നത്തെ ഒരു സമൂഹത്തിൽ ഒരു തലമുറ നശിക്കാൻ ഇടവരുന്ന ശിശു ദൗർബല്യം അപകടകരമാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. ഒരു കുഞ്ഞൊരു വീട്ടിലുണ്ടെങ്കിൽ ആ കുഞ്ഞാണ് ആ വീടിൻ്റെ ഐശ്വര്യം. അതുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. നമ്മുടെ ഭവനങ്ങളിലുള്ള എല്ലാ കുഞ്ഞുങ്ങളും പ്രത്യേകമായിട്ട് ഓർത്തേ. ആ കുഞ്ഞുങ്ങൾക്ക് നന്മകൾ നേർന്നേ. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ച് യേശു വളർന്നു വന്ന പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും വിശുദ്ധിയിലും അവർ വളർന്നു വരട്ടെ. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ലോകത്തുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണമേ. ധാരാളം കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് നൽകണമേ. ആരോഗ്യമുള്ളൊരു തലമുറ, അതിനാവശ്യമായി കുഞ്ഞുങ്ങളെ സമ്മാനമായി ഓരോ കുടുംബങ്ങൾ നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നാളിതുവരെയും കൊല ചെയ്യപ്പെട്ട എല്ലാ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെല്ലാം സ്വർഗത്തിലുണ്ടെന്നറിയാം, എങ്കിലും അവരെ ഓർക്കുന്നു. അവരുടെ അഭിഷേകം ഞങ്ങളിലേക്കും ചൊരിയണമേ. ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസത്തെ ഓർത്ത് പ്രാർത്ഥിച്ച് ഇന്നത്തെ ദിവസം ചിന്ത കൊണ്ടും സംസാരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉപേക്ഷ കൊണ്ടും തെറ്റുകൾ വരുത്തി പോയിട്ടുണ്ടെങ്കിൽ പൊറുക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് ദിവസത്തെ നഷ്ടപ്പെടുത്താതിരിക്കാം. വീഴ്ചകൾ വന്നുപോയാൽ മാപ്പിരക്കാൻ ദൈവത്തോട്. നാളെ എന്ന ദിവസം ഇത്തിരി കൂടി മെച്ചമായി ജീവിക്കും എന്ന് തീരുമാനമെടുത്ത് ഇന്നത്തെ രാത്രി വിശ്രമത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ദിവസത്തെ നമുക്ക് കൃപയാൽ തീർത്തു സ്വന്തമാക്കാം.
ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.